കയർ ബോർഡ് ജീവനക്കാരിയായിരുന്ന ജോളി മധു ജോളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും മുൻപ് എഴുതിയ കത്ത് പുറത്തു വന്നിരിക്കുന്നു. തൊഴിലിടത്തിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള ഉപദ്രവം കൂടിയാണിതെന്നും ജോളി കത്തിൽ പറയുന്നുണ്ട്. ചെയർമാനോട് സംസാരിക്കാൻ ധൈര്യമില്ലെന്ന് കത്തിൽ ജോളി പറയുന്നു. ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ജോളി ബോധരഹിതയാവുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുന്നത് സമ്മർദ്ദം കൂടുമ്പോഴാണ്, പൊതുവെ അങ്ങനെയാണ് പറയാറുള്ളത്. ആ രീതിയിലുള്ളൊരു സമ്മർദ്ദം അവർ അനുഭവിച്ചിരുന്നു. ഈ കത്ത് എഴുതി പൂർത്തിയാക്കാൻ പറ്റാത്തൊരു കത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കത്തിലും അവർ പറയുന്നത് അവർക്ക് നേരിട്ട മാനസിക പ്രയാസങ്ങളെക്കുറിച്ചാണ്. അതായത് കുടുംബവും അവരും ഉന്നയിച്ചതുപോലെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ തൊഴിലിടത്തെ നിരന്തരമായ പീഡനങ്ങളുമാണ് അങ്ങനെ ഒരു രോഗാവസ്ഥയിലേക്കും തുടർന്ന് മരണത്തിലേക്കും ജോളി എത്തിച്ചതെന്ന് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ശ്രീജ, അത് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ആ കത്തിൻ്റെ വളരെ കുറച്ച് വരികളേ ഉള്ളൂ. അതിലൂടെ പോകുമ്പോഴെല്ലാം നമുക്ക് വളരെ നേർചിത്രമാണ്. ഒരു അവസാന മൊഴി എന്നെല്ലാം തന്നെ പറയുന്നത് പോലെ തന്നെ, ഒരു ഏറ്റുപറച്ചിലെന്ന് പറയുന്നത് പോലെ തന്നെയാണ് അപൂർണമായി അവസാനിക്കുന്ന ആ വരികളും ആ കത്തും. ഇതെല്ലാം അതിനിടയിലാണ് ഇത് കത്ത് പൂർത്തിയാക്കാൻ കഴിയാതെയാണ് അവരവിടെ കൊഴിഞ്ഞു വീഴുന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ആ കത്തിൻ്റെ ഒരു ഫോട്ടോയാണത്. ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് തനിക്ക് ചെയർമാനോട്, മേലുദ്യോഗസ്ഥരോട് സംസാരിക്കാൻ ഭയമാണ് എന്ന ആ കത്തിൽ അവർ കുറിച്ചിട്ടുണ്ട്. ഇത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പീഡനം, അതിൻ്റെ ഒരു അനുഭവത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന് അവർ പറയുന്നു. വളരെ ചുരുക്കം വരികളിൽ അവർ വ്യക്തമാക്കുന്നത് താൻ എത്രമാത്രം സംഘർഷം അവിടെ അനുഭവിച്ചിരുന്നു, എത്രമാത്രം പീഡനങ്ങളിലൂടെ, മാനസിക പീഡനങ്ങളിലൂടെയാണ് താൻ കടന്നു പോയത്, എന്തൊരവസ്ഥയായിരുന്നു ആ ഓഫീസിനകത്ത് എന്നെല്ലാം തന്നെ ചുരുങ്ങിയ വരികളിലൂടെ അവർ അത് പറഞ്ഞു വെക്കുന്നു. അപൂർണമാണ് ആ വരികളെങ്കിലും അതിലുള്ള ആശയങ്ങൾ പൂർണ്ണമാണ്. എത്രമാത്രം അവിടെ ദുരവസ്ഥ അവർ നേരിട്ടിരുന്നു എന്നത്, മാനസിക പീഡനങ്ങൾ അവർ അനുഭവിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമാക്കുന്ന രീതിയിലുള്ളതാണ് ആ വരികളും കത്തുമെല്ലാം തന്നെ. എന്തായാലും ഇത് സംബന്ധിയായ കാര്യത്തിന് MSME അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. 3 അംഗ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അന്വേഷണമാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ കുടുംബം ആവശ്യപ്പെടുന്നു അങ്ങനെ ഒരു അന്വേഷണം കൊണ്ട് കാര്യമില്ല. കാരണം ഉദ്യോഗസ്ഥ തലത്തിലുള്ള അന്വേഷണമാണ്. ഇപ്പോൾ നമുക്ക് ഈ കത്തിൽ ആ വരികളിലെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ചെയർമാൻ അടക്കമുള്ളവർക്കെല്ലാം എതിരെ തന്നെയാണ് അവരുടെ ഒരു പോരാട്ടം ഉണ്ടായിരുന്നതെന്നാണ്. അവർക്കെതിരെയാണ് ഇവർക്ക് പറയുവാനുണ്ടായതും. അത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 3 അംഗ ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെ തെളിവെടുപ്പിന് അടക്കം ചെയ്യേണ്ടതെല്ലാം അവർക്കെതിരെയാണ്. പക്ഷേ അതെത്രമാത്രം സാധ്യമാകുമെന്ന് കുടുംബത്തിൻ്റെ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഇങ്ങനെ ഒരു അന്വേഷണ സംഘത്തിന് മേലുദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിക്ക് ശുപാർശ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർക്ക് മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്നത് വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇനി ഒരു സ്വതന്ത്രമായ ഒരു സമിതിക്കാണ് നൽകേണ്ടതെന്ന് അവർ പറയുന്നു. അവർക്ക് മാത്രമേ ഇക്കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ, അതിനെ ആ രീതിയിലാണ് അവർ കാണുന്നതെങ്കിൽ അതിൽ സ്വതന്ത്രമായ ഒരു അന്വേഷണ സംഘത്തെയാണ് നിയോഗിക്കേണ്ടത്, സമിതിയാണ് നിയോഗിക്കേണ്ടത് എന്നവർ പറയുന്നു. പുറമേ നിന്നുള്ളൊരു കയർ ബോർഡിനും പുറമേ നിന്നുള്ളൊരു സംഘമായിരിക്കണം, അല്ലെങ്കിൽ മന്ത്രാലയത്തിന് പുറമേ നിന്നുള്ളൊരു സംഘമായിരിക്കണം ഇത് അന്വേഷിക്കേണ്ടത്. അവർക്ക് സ്വതന്ത്ര അധികാരങ്ങളില്ലെങ്കിൽ ഒരു നടപടിക്കും ശുപാർശ ചെയ്യാൻ പോലും കഴിയുകയില്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചുണ്ടായി നിന്ന് ഇടതുപക്ഷ സംഘടനകളുടെ മാർച്ച് ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് പ്രതിഷേധത്തിൻ്റെ ഒരു നിലമായിട്ടത് മാറിയിട്ടുണ്ട്. കാരണം പ്രതിഷേധിക്കേണ്ട സംഭവങ്ങൾ തന്നെയാണ് കയർ ബോർഡിനകത്തുണ്ടായിരുന്നത്. ഒരു ക്യാൻസർ അതിജീവിത അവരെയാണ് ഈ രീതിയിലുള്ളൊരു മാനസിക സംഘർഷങ്ങളിലേക്ക് തള്ളിവിട്ടത്. അതും ഓഫീസിനകത്തുണ്ടായിരുന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് അവർക്ക് ഈ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത്. അവരുടെ രോഗാവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ആ ബൈലോ ലംഘിച്ചാണ് ആ സ്ഥലം മാറ്റം പോലും നടപ്പാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു നടപടി വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയാണ്. ഇന്നാണ് ജോളി മധുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഇടപ്പള്ളി സെൻറ്റ് ജോർജ് ഫറോന പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വലിയ രീതിയിലുള്ള കുടുംബത്തിൻ്റെ ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് അവരും കടന്നു പോകുന്നത്. കാരണം അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഓഫീസിനകത്തുണ്ടായിരുന്ന ഇത്തരം മാനസിക സംഘർഷങ്ങളുടെ പേരിൽ ഒരു അനീതിയെ എതിർത്തതിൻ്റെ പേരിലാണ് ഇത് അത്രയും സംഭവിച്ചിരിക്കുന്നത് എന്നതാണ്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.